Hi folks, so beginners in lecture 2026 mentorship. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. സോ ഈ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഇതും നമ്മുടെ ഇന്റർനെറ്റിൽ ഇല്ലാത്തൊരു വീഡിയോ ആണ്. ലൈക്ക് ഇങ്ങനെ ഇത്രയും ഡെപ്ത് ആയിട്ടുള്ളൊരു നോളജ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചൊന്നും ഇന്റർനെറ്റിൽ ഇല്ല. സോ നിങ്ങൾക്ക് അറിയാവുന്ന നോളജും ലൈക്ക് നിങ്ങളുടെ മുമ്പിൽ കോഴ്സ് സെല് ചെയ്ത് ഒരു ഡ്രീം സെല് ചെയ്ത് നിങ്ങളുടെ ക്യാഷ് ലൂട്ട് ചെയ്യുന്നവന്മാരുടെയും കോൺസെപ്റ്റ്സ് വളരെ തെറ്റാണ്. അതൊരു റിപ്പീറ്റബിൾ കോൺസെപ്റ്റ് അല്ല. നിങ്ങളുടെ ഒരു കണ്ടിന്യൂയിങ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയല്ല. സോ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള രീതിയാണ്. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അഡ്വാൻസ്ഡ് വീഡിയോസും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവാൻ തുടങ്ങും. നിങ്ങൾക്ക് ഡെയിലി റിവ്യൂസ് കാണുമ്പോൾ മനസ്സിലാവാൻ തുടങ്ങും. നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോ PDRAസിനെ കുറിച്ചാണ്. സോ PDRAസിന്റെ വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓവറോൾ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാവും. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യുക. എൻ്റെ വീഡിയോസ് എല്ലാം ഷോർട്ടാണ്. വളരെ കൺസൈസ് ആയിട്ടും പ്രിസൈസ് ആയിട്ട് നമ്മൾ ഓരോ ഡീറ്റെയിൽ ഷെയർ ചെയ്യുവാണ്. ബാക്കിയുള്ളത് നമുക്ക് ഓൺ ദ വേ നമ്മളിപ്പം ലൈക്ക് ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി റിവ്യൂസ് എല്ലാ ദിവസവും നമുക്ക് മാർക്കറ്റിന്റെ റിവ്യൂസും മാർക്കറ്റ് ഡെലിവറി പ്രൊഫൈൽസും അന്ന് എങ്ങനെ പ്രൈസ് ഡെലിവറി ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ കോൺസെപ്റ്റ്സ് എങ്ങനെയാണ് മാർക്കറ്റിൽ അപ്ലൈ ആവുന്നത്, ഒരു മാർക്കറ്റ് ഫോം ആവുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് അത് റീഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് നോക്കാം. നമ്മുടെ പവർ ഓഫ് ത്രീ. പവർ ഓഫ് ത്രീ എന്ന് പറഞ്ഞാൽ ഒരു 3 സ്റ്റേജിനെയാണ് പവർ ഓഫ് ത്രീ എന്ന് പറയുന്നത്. സോ പവർ ഓഫ് ത്രീ എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു ക്യാൻഡിൽ ആയിക്കോട്ടെ, നമുക്കൊരു സിംപ്ലിസിറ്റിക്കായിട്ട് ഇത് നമുക്കൊരു ഡെയിലി ക്യാൻഡിൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു ഡെയിലി ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് എവിടാണ്? ഓപ്പണിംഗ് ടൈമിൽ ഓപ്പൺ ആവുന്നു, ലോ ആവുന്നു, ഹൈ ആവുന്നു, തിരിച്ച് റിട്രേസ് ആവുന്നു, ക്ലോസ് ആവുന്നു. ഓക്കെ, സോ ഈ ഒരു 3 സ്റ്റേജിനാണ് നമ്മൾ പവർ ഓഫ് ത്രീ എന്ന് പറയുന്നത്. ആ 3 സ്റ്റേജിനും ഓരോ പേരുണ്ട്. ഓക്കെ, ആദ്യത്തെ സ്റ്റേജ് ആണ് അക്യുമുലേഷൻ. രണ്ടാമത്തെ നമ്മുടെ പോണ്ട ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ വിളിക്കുന്നത് മാനിപ്പുലേഷൻ. നമുക്ക് ആ ഒരു സ്റ്റേജിൽ നിന്ന് റിവേഴ്സൽ കിട്ടി നമ്മുടെ എത്തിപ്പെടേണ്ട സ്ഥലത്ത് എത്തുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ഈ 3 സ്റ്റേജിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് പവർ ഓഫ് ത്രീ എന്ന് വിളിക്കുന്നത്. ഈ 3 സ്റ്റേജിനെ റിവോൾവ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ എല്ലാ ട്രേഡ്സും വരുന്നത്. സോ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ മറ്റേ ഫസ്റ്റ് കാൻഡിൽ സ്റ്റിക്സിന്റെ വീഡിയോ കണ്ടവർക്ക് ഡയറക്ട്ലി ഈ വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പവർ ഓഫ് ത്രീ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവും, കൺസോൾഡേറ്റ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഈ ഒരു മാനിപ്പുലേഷനെ നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ്, ഈ ഒരു മാനിപ്പുലേഷനെ ജൂഡസ് സ്വിംഗ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഈ ഒരു സ്വിങ്ങിനെ നമ്മൾ ജൂഡസ് സ്വിംഗ് എന്നും വിളിക്കാറുണ്ട്. കാരണം ഈ ഒരു സ്വിങ് ഒരു ഫേക്ക് സ്വിംഗ് ആണ്. ആ ഒരു സ്വിംഗ് പോയിന്റ് ലൈക്ക് ഒരു നമുക്ക് പോകേണ്ട ഒരു മൂവ്മെന്റിന് എതിരായിട്ട് പോകുന്ന ഒരു സ്വിങ്ങിനെയാണ് നമ്മൾ ജൂഡസ് സ്വിംഗ് എന്ന് വിളിക്കുന്നത്. നമുക്കപ്പം എങ്ങനെയാണ് മനസ്സിലാവുന്നത് ഇതൊരു ജൂഡസ് സ്വിംഗ് ആണ്? ആ ഒരു കാര്യങ്ങൾ നമുക്ക് പോകും വഴിയിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ തീരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാവും എന്തുകൊണ്ട് ഇതല്ലായിരുന്നു റിയൽ മൂവ്, എന്തുകൊണ്ട് ഇതൊരു ജൂഡസ് സ്വിംഗ് ആയിരുന്നു, ഇതൊരു ഫേക്ക് ഔട്ട് ആയിരുന്നു, ഇതൊരു ഫേക്ക് സ്വിംഗ് ആയിരുന്നു, ഇതൊരു മാനിപ്പുലേഷൻ ആയിരുന്നു എന്നുള്ള ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. സോ നമ്മുടെ എല്ലാ ക്യാൻഡിൽസും ഫോം ആവുന്ന ഇങ്ങനെയാണ്. ഞാനപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ലൈക്ക് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ പോലും, ഇങ്ങനത്തെ ഒരു ലോങ് വിക്കുള്ള ഒരു ക്യാൻഡിൽ, ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ പോലും ഈ ഒരു ക്യാൻഡിലിന്റെ സെയിം സ്ട്രക്ചർ ഇതാണ്. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി, മാനിപ്പുലേറ്റ് ആയി, ഡിസ്ട്രിബ്യൂട്ട് ആയി, ക്ലോസ് ആയി. ഓക്കെ, ഈ ഒരു എങ്ങനത്തെ ഒരു ക്യാൻഡിൽ ആണെങ്കിലും നമ്മുടെ ഡേ ഇങ്ങനെ ആയിരിക്കും ഫംഗ്ഷൻ ആവുന്നത്. ഓക്കെ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് ഈ ഒരു ക്യാൻഡിൽ ഇതിപ്പം ഒരു 1 ഡേയുടെ ക്യാൻഡിലാണ്. ഇതൊരു 1 ഡേയുടെ ക്യാൻഡിലാണ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് ഈ ഒരു 1 ഡേയുടെ ക്യാൻഡിൽ ഒരു 4 അവറിന്റെ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഇൻട്രാ സെഷൻ ട്രേഡ് ചെയ്യാം. ഒരു ഇൻട്രാ ഡേ ട്രേഡ് ചെയ്യേണ്ടവർക്ക് ഈ ഒരു 1 ഡേയുടെ ക്യാൻഡിൽ ഇങ്ങനെ ഡൈസെക്ട് ചെയ്ത് നമ്മൾ മാനിപ്പുലേഷനിലല്ല നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്, നമുക്ക് ആ മാനിപ്പുലേഷന്റെ റിവേഴ്സലിലാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. നമ്മളപ്പോൾ ട്രേഡ് എടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും നമ്മുടെ ട്രേഡ് പ്ലേസ് ചെയ്യാം. നമുക്ക്
ഇങ്ങനെയായിരിക്കും നമ്മുടെ ട്രേഡ്സ് പ്ലേസ് ചെയ്യുക. ഈ ഒരു ലൊക്കാലിറ്റിയിലായിരിക്കും നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുക. അപ്പം നോർമലി നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, റെസിസ്റ്റൻസ് ആയി, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, സപ്പോർട്ട് ആയി, ആ ഒരു കോൺസെപ്റ്റ് ഒന്നും അല്ല. ഇത് പ്യുവർ മാർക്കറ്റ് എഞ്ചിനീയറിംഗ് ആണ്. ഇത് ടെക്നിക്കൽ സയൻസ് ആണ്. ഇത് എഞ്ചിനീയറിംഗ് ആണ്. ഇതൊരിക്കലും ബൈയിങ്ങോ സെല്ലിങ്ങോ പ്രഷർ അല്ല. സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കോൺസെപ്റ്റ്, ഇതിനെല്ലാം മുമ്പ് പറയാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. എനിക്ക് പറയാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇബ്ഡ. ഇബ്ഡ എന്ന് വെച്ചാൽ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി ആൽഗോരിതം. അപ്പൊ ഈ ഒരു ആൽഗോരിതം കാരണമാണ്, ഈ ഒരു ആൽഗോരിതം അല്ലെങ്കിൽ ഒരു കളക്ഷൻസ് ഓഫ് ആൽഗോരിതം കാരണമാണ് നമ്മുടെ മാർക്കറ്റ് മൂവ് ആവുന്നത്. അല്ലാണ്ട് ബൈയിങ്ങോ സെല്ലിങ്ങോ പ്രഷേഴ്സ് കാരണമല്ല എക്സാക്ട്ലി മാർക്കറ്റ് മൂവ് ആവുന്നത്. ഓക്കെ, സോ നമുക്കത് റിയലി ചാർട്ട് എക്സാമ്പിൾസിലോട്ട് ഫ്യൂച്ചർ വീഡിയോസിൽ നമുക്ക് ചാർട്ട് എക്സാമ്പിൾസ് കാണുമ്പോഴൊക്കെ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് എക്സാക്ട്ലി എന്റെ പവർ ഓഫ് 3യുടെ ക്യാൻഡിലിന്റെ ഈ ഒരു പോയിന്റിൽ വരുമ്പം എല്ലാ ആൾക്കാരും വന്ന് ബൈ 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 ചെയ്തല്ല മാർക്കറ്റ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. എന്റെ അക്യുമുലേഷൻ കഴിഞ്ഞ് എന്റെ മാനിപ്പുലേഷൻ ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ട് അവിടെ നിന്നുള്ള റിവേഴ്സലാണ് ഈ ഒരു ബുള്ളിഷ് മൂവ്. അല്ലാണ്ട് ഒരുപാട് പേര് ഈ ഒരു എക്സാക്ട് പോയിന്റ് വന്നിട്ട് ബൈ ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തുകൊണ്ടല്ല മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഈ ഒരു ആൽഗോരിതം ആണ് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചാൽ അറിയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ത്യക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. ആ ഒരു ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് എനിമീസ് ഉള്ള ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇന്ത്യയുടെ റുപ്പി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഷോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ US-ന്റെ സപ്പോർട്ടോട് കൂടി ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പുമായിട്ട് അവർ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഷോർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ അവർക്ക്. സോ ഇന്ത്യൻ റുപ്പി ഷോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ റുപ്പിയുടെ വാല്യൂ ഭയങ്കരമായിട്ട് പ്ലഞ്ച് ആവും, നമ്മുടെ എക്കണോമി ക്രാഷ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഷോർട്ട് ചെയ്യാം, സെൻസെക്സ് ഷോർട്ട് ചെയ്യാം, അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മാർക്കറ്റ് ഷോർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഒരു സെല്ലിംഗ് പ്രഷറിലും ബൈയിങ് പ്രഷറിലും ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലൈക്ക് കോമൺ സെൻസ് ചിന്തിച്ചാൽ അറിയാം, ഇങ്ങനത്തെ ഒരു വലിയൊരു കപ്പാസിറ്റി ഉള്ള ഒരു പവർ ലൈക്ക് ഒരു ആൾക്കാരുടെ കയ്യിൽ കൊടുക്കില്ല. ഇത് ഒബ്വിയസ്ലി ഇലക്ട്രോണിക് ട്രേഡിങ്ങിലായിരിക്കും പോകുന്നത്, ആൽഗോരിതംസ് ആയിരിക്കും പ്രൈസ് ഡെലിവർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ മാർക്കറ്റ് മേക്കർ മോഡലിൽ ഞാൻ നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ടൈമിങ്സ് എല്ലാം ന്യൂയോർക്ക് ടൈമിങ്സ് ആണ്. അപ്പൊ ഞാനിപ്പോ 3 മണി എന്ന് പറയുമ്പോൾ ന്യൂയോർക്കിലെ വെളുപ്പിനെ 3 മണിയാണ്, അല്ലാണ്ട് നമ്മുടെ ഇന്ത്യയിലെ 3 മണിയല്ല. നമ്മളെല്ലാം ന്യൂയോർക്ക് ടൈമിങ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോറി. സോ ഇതാണ് നമ്മുടെ ഇബ്ഡ എന്ന് പറയുന്നത്. നമ്മുടെ ടൈമിങ്സ് ന്യൂയോർക്ക് ടൈമിങ്സ് ആണ്. നമ്മുടെ വളരെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത്, ടൈം ദെൻ പ്രൈസ്. ഓക്കെ, നമ്മൾ ടൈം ഫസ്റ്റ് അപ്രോച്ച് ആണ്. നമ്മൾ ടൈം ബേസ്ഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ സ്ട്രക്ചറോ പാറ്റേൺസോ ക്യാൻഡിൽ സ്റ്റിക്സോ കണ്ടിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പാറ്റേണും ഇതൊരു പാറ്റേൺ അല്ല, ഇതൊരു ലോജിക് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ലോജിക്ക് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് മാനിപ്പുലേഷൻ ഏതാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുക. മാനിപ്പുലേഷൻ റെക്കഗ്നൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സെൽ പ്രോഗ്രാം. ഞാൻ ഈ ക്യാൻഡിലിന് കളർ കൊടുക്കായിരുന്നു തന്നെ, അത് ബൈ ആണെങ്കിലും സെൽ ആണെങ്കിലും എന്തേലും ലൈക്ക് അത് സെയിം ഇതാന്ന് കാണിക്കാനായിട്ടായിരുന്നു ഞാൻ കളർ കൊടുക്കാറുള്ളത്. ഞാനിപ്പോ വരുന്നു സെല്ലിന്റെ ഒരു എക്സ്പ്ലനേഷൻ ചെയ്യാം. സെല്ലിൻ്റെത് മേളിൽ ഓപ്പൺ ആവും, മാനിപ്പുലേറ്റ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ക്ലോസ് ചെയ്യും. ഓക്കെ, ആ ഒരു സെയിം സ്ട്രക്ചർ ആണ് നമ്മുടെ സെല്ലിലും ഷോർട്ട് സെല്ലിംഗ് പ്രോഗ്രാംസിൽ നടക്കുന്നത്. ആ ഒരു അക്യുമുലേഷൻ സെക്ഷൻ, നമ്മുടെ മാനിപ്പുലേഷൻ സെഷൻ, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ആ ഒരു സെയിം ലോജിക്കാണ് നമുക്ക് ഇവിടെ വർക്ക് ആവുന്നത്. സോ നമുക്ക് ഈ ഒരു ഡയഗ്രാം നമുക്ക് ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ഡയഗ്രാം നമുക്ക് ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു ഡയഗ്രാം നമ്മൾ കണ്ടു. ഈ ഒരു ഡയഗ്രാം നമുക്ക് ഒന്നും കൂടെ സൂം ചെയ്ത് നോക്കാം. അപ്പോഴാണ് നമ്മൾ പവർ ഓഫ് 3 കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇത് സൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ് മാർക്കറ്റ് മേക്കർ മോഡൽ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് നമുക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ട്, അതാണ് നമ്മുടെ അക്യുമുലേഷൻ സ്റ്റേജ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കൊരു മാനിപ്പുലേഷൻ സ്റ്റേജ് ഉണ്ട്. മാനിപ്പുലേഷൻ സ്റ്റേജിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ഡൗൺ ഒറ്റ ക്യാൻഡിൽ അല്ല നമ്മളെ താഴെ എത്തിക്കുന്നത്. നമുക്കിങ്ങനെ റിട്രേസ്മെന്റ്സ് കാര്യങ്ങളുണ്ട്, അതിലൂടെ നമുക്ക് വരാം.
ഓക്കെ, ഇതാണ് നമ്മുടെ ഹോൾ മാർക്കറ്റ് മേക്കർ മോഡൽ. സോ ഇത് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ സ്ട്രെച്ച് ചെയ്തതാണ് നമ്മുടെ അക്യുമുലേഷൻ സ്റ്റേജ്, ഇത് നമ്മുടെ മാനിപ്പുലേഷൻ സ്റ്റേജ്, ഇത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേജ്. ഞാൻ അത് മാർക്ക് ചെയ്യുന്നില്ല. സോ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇതില് ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ വലുത്, മാനിപ്പുലേഷൻ ചെറുതാണല്ലോ, ഇതിൽ പക്ഷേ മാനിപ്പുലേഷനും ഡിസ്ട്രിബ്യൂഷനും ഈക്വൽ ആയിട്ടാണല്ലോ കാണിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പാറ്റേൺസിന്റെ ബേസിലല്ല, നമുക്ക് പല രീതിയിലും പ്രൈസ് ഡെലിവർ ആവാം, പക്ഷെ നമുക്കൊരു ലോജിക്കാണ്, ആ ഒരു ലോജിക്കിന്റെ ബേസിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുണ്ടോ, അക്യുമുലേഷനായി, മാനിപ്പുലേഷനായി, ഡിസ്ട്രിബ്യൂഷനായി, സ്മൂത്ത്, ഈ ഒരു സെയിം ലോജിക്കാണ് ഇവിടെ അപ്ലൈ ആയി. സോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു മോഡലായിരിക്കും നമ്മൾ ട്രേഡ്സ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പൊസിഷൻസിൽ എൻ്റർ ചെയ്യാൻ പോകുന്നതും. സോ അക്യുമുലേഷൻ, ലൈക്ക് ഞാൻ ഓരോ സെഷൻസിന്റെ പേരിലോ ടൈമിന്റെ പേരിലോ പറയുന്നില്ല, ഈ ഒരു അക്യുമുലേഷൻ നിൽക്കുന്നത് മാനിപ്പുലേഷൻ സ്റ്റാർട്ട് ആകുമ്പോഴാണ്. മാനിപ്പുലേഷൻ നിൽക്കുന്നിടത്താണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം. സോ മാനിപ്പുലേഷൻ നിൽക്കാൻ പോകുന്നത് ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തൊക്കെ ആവാം? പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആവാൻ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഞാൻ രണ്ട് കാര്യം പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് മാനിപ്പുലേഷൻ സ്റ്റോപ്പ് ആവാനായിട്ട് ഒന്നെങ്കിൽ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് ആയിരിക്കും നമ്മുടെ മാനിപ്പുലേഷനെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, സോ ഞാൻ കുറച്ചുകൂടെ ഡെപ്തിലോട്ട് പോവാം. ഞാൻ ഓരോ കാര്യങ്ങളും കാണിച്ചു തരാം. ലിക്വിഡിറ്റി എന്താണെന്നും ഇംബാലൻസസ് എന്താണെന്നും എല്ലാം ഈ വീഡിയോയിൽ കവർ ചെയ്യാം. സോ അക്യുമുലേഷൻ കഴിഞ്ഞ് മാനിപ്പുലേഷൻ സ്റ്റേജ് നിൽക്കുന്നത് ഒരു ലിക്വിഡിറ്റിയിലോ ഒരു ഇംബാലൻസിലോ ആയിരിക്കും. ബിഗിനേഴ്സ് ഈ രണ്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കൊരു റിവേഴ്സൽ ഫോം ആവും. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു റിവേഴ്സൽ ഫോം ആവും. ഈ ഒരു ഏരിയ വളരെ ഒരു ക്രൂഷ്യൽ ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ആവുന്ന ഒരു ടൈമും ഇത് ഭയങ്കര ഒരു ക്രൂഷ്യൽ ഏരിയ ആണ്. സോ ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ എൻട്രി പ്ലേസ് ആവുന്നത്. നമ്മൾ ഈ ഒരു പുൾ ബാക്കിലാണ് നമ്മുടെ എൻട്രി വരുന്നത്. നമ്മൾ ഓരോ ഇതും നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു സെക്ഷനെ നമ്മുടെ ഓരോ പ്രൈസിലേക്കും സപ്പോർട്ട് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, ഈ വീഡിയോ 2 or 3 പ്രാവശ്യം വാച്ച് ചെയ്യേണ്ടവർക്ക് വാച്ച് ചെയ്യാം. ഇത് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷന്റെ ഹൈ ആണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, സോ അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ എവിടം വരെ? ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് വരെ. ആ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ലിക്വിഡിറ്റി ആവാം, ഇംബാലൻസ് ആവാം. ലിക്വിഡിറ്റി ഇംബാലൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നേ ഉള്ളൂ. സോ അതിനുശേഷം പ്രൈസ് അവിടുന്ന് റിവേഴ്സ് ആവും. ആ ഒരു പ്രൈസ് ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ ഒരു പ്രൈസ് റിവേഴ്സ്മെന്റ് ഒരു ഭയങ്കര ഡിസ്പ്ലേസ്മെന്റിലായിരിക്കണം, ഈ ഒരു സ്പീഡിലായിരിക്കണം പ്രൈസ് റിവേഴ്സ് ആവേണ്ടത്. തിരിച്ച് ആ ഒരു ഡിസ്പ്ലേസ് ആയ പ്രൈസ് ലെഗിലേക്ക് പ്രൈസ് പിന്നെയും റിട്രേസ് ആവും. ആ ഒരു റിട്രേസ്മെന്റിലായിരിക്കണം നമ്മുടെ ലോങ് എൻട്രി വരേണ്ടത്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഏറ്റവും താഴെ ആ റിവേഴ്സലിന്റെ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ കൺസോൾട്ടേഷന്റെ ഹൈയിലാണ്. നിങ്ങൾക്ക് ഇവിടം വരെ പ്രോഫിറ്റ് വെക്കേണ്ടവർക്ക് വെക്കാം, നമുക്ക് ഇവിടം വരെ പ്രോഫിറ്റ് വെക്കേണ്ടവർക്ക് വെക്കാം, ഇവിടം വരെ പ്രോഫിറ്റ് വെക്കേണ്ടവർക്ക് വെക്കാം. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഞാൻ പെട്ടെന്നൊരു ടിപ്പും കൂടെ പറഞ്ഞിട്ട് പോവാം. നമുക്ക് ഈ ഒരു റേഞ്ചിന്റെ 50%ലും പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 25% പ്രോഫിറ്റ് എടുക്കുന്നവർക്ക് എടുക്കാം, 75% പ്രോഫിറ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാം, അല്ലെങ്കിൽ 100% വരെ ഹോൾഡ് ചെയ്യേണ്ടവർക്ക് 100% വരെ ഹോൾഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയുന്ന ഈ രണ്ട് കോൺസെപ്റ്റ് നോക്കുന്നത്, ഞാൻ ആ രണ്ട് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഈ ഒരു ഇതിലോട്ട് വരാം. സോ ലിക്വിഡിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് പോവാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംബാലൻസസ് എന്താണെന്ന് കാണിച്ചു തരാം. സോ നമുക്ക് പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ, നമുക്ക് ഒരു ദിവസം മാർക്കറ്റ് ഇങ്ങനെ ആയിരുന്നു പോയിരുന്നെങ്കിൽ മാർക്കറ്റ് അവിടെ സ്റ്റോപ്പ് ആയി. ഇതൊരു മൺഡേ ഹൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ റൺ ചെയ്ത് പോകുവാണ്. നമുക്ക് ലിക്വിഡിറ്റീസ് എന്താണെന്ന് ഞാൻ സീരിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ മാർക്കറ്റ് മേക്കർ മോഡലിന്റെ പെർസ്പെക്റ്റീവിനായിട്ട് നമുക്കൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും ആണ്. അതിനകത്ത് എങ്ങനെ ഹൈ പ്രോബിലിറ്റി പ്രീവിയസ് ഡേ ഹൈ ലോസ് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിപ്പം മൺഡേയുടെ ഹൈ ആന്ന് വെച്ചോ. സോ നമ്മൾ ട്യൂസ്ഡേ ഓപ്പൺ ചെയ്തിട്ട് കൺസോൾട്ടേഷൻ നടന്നു. അപ്പൊ ഞാൻ ട്യൂസ്ഡേ ഇപ്പൊ എനിക്ക് ബെയറിഷ് ആണെന്ന് അറിയണമെങ്കിൽ ഞാൻ ട്യൂസ്ഡേ മാർക്കറ്റ് ഓപ്പൺ കഴിഞ്ഞ് പ്രൈസ് മേളിലോട്ടാ പോകുന്നതെങ്കിൽ എനിക്കറിയാം
ട്യൂസ്ഡേ അപ്പോൾ ബെയറിഷ് ഡേ ആണ് ആവാനാണ് ചാൻസ് എന്ന്. ട്യൂസ്ഡേ ബെയറിഷ് ഡേ ആവുകയാണെങ്കിൽ ലൈക്ക് വീക്ക്ലി പ്രൊഫൈൽ മാർക്കറ്റ് മേക്കർ സീരീസ് കണ്ടവർക്ക് അറിയാം, വീക്ക്ലി പ്രൊഫൈൽ ട്യൂസ്ഡേ ലൈക്ക് മൺഡേയുടെ ഹൈ എടുക്കുവാണ് എന്നിട്ട് റിവേഴ്സ് ആവുകയാണെങ്കിൽ ട്യൂസ്ഡേ ആണ് ഹൈ ഓഫ് ദ വീക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് മാർക്കറ്റ് മേക്കർ മോഡൽ കാണുന്നവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഈ സീരീസ് തന്നെ നമ്മൾ ഓൺ ദ വേ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ട്യൂസ്ഡേ കൺസോൾട്ടേറ്റ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തത് മൺഡേയുടെ ഹൈ എന്നുള്ള ഒരു ലിക്വിഡിറ്റി എടുക്കാനാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു സെയിം ഇമേജ് കുറച്ച് ബാക്ക് അടിച്ച് പോയാൽ ഞാൻ കാണിച്ച ആ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ്, ട്യൂസ്ഡേയുടെ ഫുൾ ക്യാൻഡിൽ ഓപ്പണിംഗ് ആണ് ഈ കണ്ടത്. ഇവിടെ ഓപ്പൺ ആയി, അക്യുമുലേറ്റ് ആയി, മാനിപ്പുലേറ്റ് ആയി, ഡിസ്ട്രിബ്യൂട്ട് ആയി, കണ്ടോ? സോ ആ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ ഫോം ആയി, കണ്ടോ? വാവ്. സോ ഇതേ ഈ ഒരു സെയിം ലോജിക് നമുക്ക് വീക്കിൽ എക്സ്പെക്ട് ചെയ്യാം, സെഷൻസിൽ എക്സ്പെക്ട് ചെയ്യാം, മന്തിൽ എക്സ്പെക്ട് ചെയ്യാം, എല്ലാത്തിലും എക്സ്പെക്ട് ചെയ്യാം. സോ ടൈമിംഗ് വരുന്നത് നമുക്ക് വീക്ക്ലി, 1 സെക്കൻഡ്, നമുക്ക് മിഡ് നൈറ്റ് ഓപ്പണിംഗ് ആണ് നമുക്ക് നമ്മുടെ ഡേയുടെ സ്റ്റാർട്ടിങ്. നമുക്ക് മാർക്കറ്റ് ക്ലോസ് ആവുന്നത് 5 മണിക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് 6 മണിക്കാണ് മാർക്കറ്റ് പിന്നെ തുടങ്ങുന്നത്. സോ നമ്മൾ പക്ഷേ മിഡ് നൈറ്റ് ഓപ്പണിംഗ് തൊട്ടുള്ള പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ ഓപ്പണിംഗ് പ്രൈസ്. ഓക്കെ, അത് കഴിഞ്ഞ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. മന്ത് സ്റ്റാർട്ട് ആവുന്നത് ഒബ്വിയസ്ലി ഫസ്റ്റ് മന്തിന്റെ ട്രേഡിംഗ് വീക്ക് തൊട്ട് ആണ്. അതേപോലെ നമുക്ക് ഏഷ്യൻ സെഷൻ ഉണ്ട്. ഏഷ്യൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ജസ്റ്റ് റൺ ചെയ്ത് പോകണം. ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം 6 മണിക്കാണ്, സോറി വൈകുന്നേരം 8 മണിക്കാണ്. പ്രീവിയസ് ഡേ 8 മണിക്കാണ്. ലണ്ടൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2:30ക്കാണ്. ന്യൂയോർക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 o'clock ആണ്. അതേപോലെ ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ 9:30ക്കാണ്. അതേപോലെ നമ്മുടെ ന്യൂയോർക്കിന്റെ PM സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മണിക്കാണ്. ഓക്കെ, സോ ഇത്രയുമാണ് ടൈമിങ്സ്. സോ ഇത് നിങ്ങൾക്ക് ഓരോ ബോക്സ് വരച്ചിട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സൽ ആണോ കണ്ടിന്യൂവേഷൻ ആണോ നടന്നു നോക്കാം. നമുക്ക് ഈ ഒരു സെയിം പ്രൊഫൈലില് നമുക്ക് റിവേഴ്സൽ അല്ല ഒരു കണ്ടിന്യൂവേഷൻ എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. സോ ഒരു സെയിം മൺഡേ ഹൈ. ഓക്കെ, ആ ഒരു മൺഡേ ഹൈയില് ട്യൂസ്ഡേ ഈ ഹൈ എടുത്തു, തിരിച്ച മൺഡേ ഹൈ യൂസ് ചെയ്ത് മുകളിലോട്ട് പോകാൻ നിൽക്കുവാണെങ്കിൽ നമുക്ക് അതൊരു കണ്ടിന്യൂവേഷൻ ഡേ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫ്യൂച്ചർ വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചർ മാത്രമേ പഠിക്കുന്നുള്ളൂ. നമ്മൾ ഡെപ്ത് ആയിട്ട് ട്രേഡ് എക്സിക്യൂഷനെ പറ്റിയോ ട്രേഡ് എടുക്കുന്നതിനെ പറ്റിയോ പറയുന്നില്ല. സോ എങ്ങനെയാണ് ഈ ഒരു റിട്രേസ്മെന്റ് റിവേഴ്സൽ അല്ല എന്ന് ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പാറ്റേൺ ബേസ്ഡ് ട്രേഡിംഗിൽ ഇത് ലോജിക് ബേസ്ഡ് ട്രേഡിംഗ് ആണ്. ഇവിടെ നമുക്ക് ഈ ഒരു എക്സാക്ട് പോയിന്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള ആൽഗോരിതമിക് സിഗ്നേച്ചേഴ്സ് കിട്ടും. അതേപോലെ നമുക്ക് ഇവിടെയും നമുക്ക് ആവശ്യത്തിനുള്ള ആൽഗോരിതമിക് സിഗ്നേച്ചേഴ്സ് കിട്ടും. നമുക്ക് ഈ ഒരു പോയിന്റിൽ എൻട്രി ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത് ലൈക്ക് പാറ്റേൺ ബേസ്ഡ് അല്ല, ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഇത് ലോജിക് ബേസ്ഡ് ആണ്. സോ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ലിക്വിഡിറ്റി എന്താന്ന് കുറച്ചുകൂടെ പറയാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈ സ്റ്റോപ്സും സെൽ സ്റ്റോപ്സും ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു ലോങ് പൊസിഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലോങ് പൊസിഷൻ ആണ്. അതേപോലെ ഞാൻ ഒരു ഷോർട്ട് പൊസിഷനിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് പൊസിഷൻ ആണ്. സോ ലോങ് പൊസിഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെ സെൽ സ്റ്റോപ്സ് വരുന്നത് ഇവിടാണ്. ഓക്കെ, എന്റെ സെൽ സ്റ്റോപ്സ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പം ഇതൊരു ലിക്വിഡിറ്റി പോയിന്റ് ആണ്. എനിക്ക് എന്നിട്ട് എക്സിറ്റ് അടിക്കാനുള്ള ഒരു സെൽ സ്റ്റോപ്പ് വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഓക്കെ, സോ എന്റെ സെൽ സ്റ്റോപ്സ് വരുന്നത് മേളിലും താഴെയുമാണ്. അപ്പൊ എന്റെ പൊസിഷന്റെ അറൗണ്ടിൽ ഈ ഒരു ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെയും ലിക്വിഡിറ്റി ഉണ്ട്. അതേപോലെ സെല്ലിന്റെ കാര്യത്തിലാണ്, നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ബൈ ബാക്ക് ചെയ്യണം. അപ്പൊ എന്റെ ബൈ സ്റ്റോപ്സ് വരുന്നത് എന്റെ ട്രേഡ് തീരുന്നിടത്താണ്. എന്റെ ഒരു ബൈ സ്റ്റോപ്പ് വരുന്നത്, എന്റെ രണ്ടാമത്തെ ബൈ സ്റ്റോപ്പ് വരുന്നത് എന്റെ സ്റ്റോപ്പ് ലോസിലാണ്. അപ്പൊ കാരണം വെച്ചാൽ നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്യണം, നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യണം. അത് ഒന്നേ ലോസിൽ സെല്ല് ചെയ്യാം, അല്ലെ പ്രോഫിറ്റിൽ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ലോസിൽ ബൈ ചെയ്യാം, അല്ലെ പ്രോഫിറ്റിൽ ബൈ ചെയ്യാം. സോ ഇതാണ് ഈ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോപ്പ് ലോസസിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് വിളിക്കുന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് പൊസിഷൻസിനെ ലിക്വിഡേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കറന്റ്ലി റണ്ണിങ് ആയിട്ടുള്ള പൊസിഷൻസിനെ നമ്മൾ
എന്താ പറയാ കറന്റ് റണ്ണിങ് ആയിട്ടുള്ള പൊസിഷൻസ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് വെച്ചാൽ അവരെ മാർക്കറ്റിൽ എടുത്ത് കളയുന്നു, അല്ലെങ്കിൽ കറന്റ് മാർക്കറ്റ് ഇല്ലാത്ത ആൾക്കാരെ മാർക്കറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്കിത് നമ്മളെ സ്ട്രക്ചറിന്റെ എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഈ ഒരു സാധനം തന്നെ റീകോപ്പി ചെയ്യാം. സോ നമ്മൾ സ്ട്രക്ചേഴ്സിന്റെ എക്സാമ്പിളിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ട്യൂസ്ഡേ നമുക്ക് നടന്നിട്ടില്ല. നമുക്ക് മൺഡേ രാവിലെ മൺഡേയില് സെല്ല് ചെയ്തവര് കാണും, ഈ ഒരു പോയിന്റിൽ നിന്ന് സെല്ല് ചെയ്തവര് കാണും. സോ ഇവിടുന്ന് സെല്ല് ചെയ്തിട്ട് ലൈക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളവർ കാണും, എന്നിട്ട് അവർ പിന്നെയും പ്രൈസ് താഴേക്ക് പോകുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നവർ കാണും. ഓക്കെ, ഇത് വലിയ വലിയ ഫണ്ടുകളെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ ഒരിക്കലും റീറ്റെയിൽ ട്രേഡേഴ്സിനെ കുറിച്ചല്ല. കാരണം ഈ ഫണ്ടുകൾക്ക് ലൈക്ക് ഇങ്ങനെ ഓരോ റിട്രേസ്മെന്റിലുമാണ് അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഒരു വളരെ വലിയ പൊസിഷൻ ഒറ്റയടിക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഫണ്ടുകൾ ഇങ്ങനെ ലൈക്ക് കൊച്ചു കൊച്ചു പൊസിഷൻസ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് അവരൊരു വലിയ ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടേക്ക് പ്രോഫിറ്റ് ലെവലിലേക്ക് ആയിരിക്കും കൊണ്ടുവയ്ക്കാറ്. സോ അവരുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടാണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒരു ബൈ സ്റ്റോപ്പ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇവിടെ ഉള്ളത് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, എന്നിട്ട് അവരുടെ അടുത്ത ബൈ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. സോ മാർക്കറ്റിന്റെ ലൈക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് അറിയാം, ഈ ഒരു പോയിന്റിൽ വരുന്നതിനേക്കാൾ അവർക്ക് ലാഭം ഈ ഒരു പോയിന്റ് എടുക്കുന്നതാണ്. സോ അവർ ട്യൂസ്ഡേയിലെ മാർക്കറ്റ് എഞ്ചിനീയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ രീതിയിലാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു പുഷ് കാണുമ്പം ഒരുപാട് പേര് ലോങ് എൻറ്റർ ചെയ്യും, വേറെ ഒരു കൂട്ടം ആൾക്കാർ. ആ ഒരു ലോങ്സിന്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കാം. അവരന്നിട്ട് ഒരു അൺറിയലിസ്റ്റിക് പ്രോഫിറ്റ് ടാർഗറ്റ് വെക്കും. അപ്പൊ ആ ഒരു സ്റ്റോപ്പ്, ആ ഒരു സെൽ സ്റ്റോപ്സ് എടുക്കുന്നതാണ് ഇവിടെ. ഗെറ്റിംഗ് മൈ പോയിന്റ്? ഇപ്പൊ കുറച്ച് ലൈറ്റ് ബൾബ് മൊമെന്റ്സ് ഉണ്ടായി കാണാം. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി പറഞ്ഞ ലിക്വിഡിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ഈ വീഡിയോ റീവാച്ച് ചെയ്താൽ മതി. ഇതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇത് വളരെ സിമ്പിൾ ആണ്. ബൈ സ്റ്റോപ്സും സെൽ സ്റ്റോപ്സും, മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനുള്ള പൊസിഷൻസ്, ഓർഡർ പൊസിഷൻസ് ആണ് നമ്മുടെ ബൈ സ്റ്റോപ്സും സെൽ സ്റ്റോപ്സും. അതാണ് ലിക്വിഡിറ്റീസ്. സോ ഇപ്പൊ മനസ്സിലായോ മൺഡേ ഹൈ എങ്ങനെ ഒരു ലിക്വിഡിറ്റി ആയെന്നും അവിടുന്ന് റിവേഴ്സ് ആയത് എങ്ങനെയാണെന്നും. ഇനി നമുക്ക് കണ്ടിന്യൂവേഷൻ സിനാരിയോ നോക്കാം. സോ നമുക്ക് മൺഡേ ഹൈയുടെ പുറത്ത് ഓക്കെ, ഇത് മൺഡേ ഹൈ തന്നെയാണ്, മൺഡേ ഹൈയിൽ മാറ്റൊന്നുമില്ല. മൺഡേ ഹൈയുടെ പുറത്ത് പ്രീവിയസ് വീക്കിന്റെ ഫ്രൈഡേ ഹൈ ഉണ്ടായിരുന്നു എന്ന് കരുതുക. ഈ ഒരു ഏരിയയിലായിട്ട് പ്രീവിയസ് വീക്കിന്റെ ഫ്രൈഡേ ഹൈ, ഈ ഒരു വീക്കിൽ പ്രീവിയസ് വീക്കിന്റെ ഫ്രൈഡേ ഹൈ ഉണ്ടായിരുന്നു എന്ന് കരുതുക. അവിടെ നമുക്ക് ഒരുപാട് ബൈ സ്റ്റോപ്സ് കാണാൻ പറ്റും. ആ ഒരു ബൈ സ്റ്റോപ്സിനെ എടുക്കാനാണ് മാർക്കറ്റ് കണ്ടിന്യൂവേഷൻ മോഡൽസ് ചൂസ് ചെയ്യുന്നത് റിവേഴ്സൽ മോഡൽസിന് പകരം. ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ എടുക്കാനാണ് പ്രീവിയസ് ഡേ ഹൈ എന്ന് വെച്ചാൽ PXL, പ്രീവിയസ് സൈക്കിളിന്റെ രണ്ടാമത്തെ സൈക്കിളിന്റെ ബാക്കിൽ. സോ ആ ഒരു സൈക്കിളിന്റെ ഹൈ എടുക്കാനാണ് മൺഡേ ചെന്നിട്ട് റിവേഴ്സ് ചെയ്യാതെ അവർ തിരിച്ചങ്ങനെ പോയത്. അപ്പൊ ഇങ്ങനത്തെ സിനാരിയോസും മാർക്കറ്റ് പ്രൊഫൈൽസും എല്ലാം ഞാൻ മാർക്കറ്റ് മേക്കർ മോഡൽ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ കയറി നോക്കുക, വാച്ച് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ കമന്റ് ചെയ്യണമെന്നോ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു. ഈ ചാനൽ പ്യുവർലി വേറൊരു മീൻസ് ഓഫ് ഉദ്ദേശത്തിനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്ക് ലൈക്സോ സബ്സ്ക്രിപ്ഷൻസോ വെച്ച് നമ്മൾ പ്രത്യേകിച്ച് ഇത് മോണറ്റൈസ് പോലും ചെയ്യാൻ നമുക്ക് പ്ലാനില്ല. നമ്മൾ ഇന്നത്തെ ആഡ് റിലീസ് ചെയ്തില്ല. സോ നിങ്ങൾക്ക് ടോട്ടലി ഫ്രീ ആയിട്ട് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വാച്ച് ചെയ്യാൻ പറ്റും ഈ ചാനൽസ്. നിങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിനും കൊണ്ട് കാശ് മുടക്കിയോ വേറെ ഒരു ട്രേഡേഴ്സിന്റെയും കോഴ്സ് വാങ്ങിച്ചോ അവരുടെ ഡ്രീംസ്, അവർ സെല് ചെയ്യുന്ന ഡ്രീംസിന്റെ പുറകെ നിങ്ങൾക്ക് പോകണ്ട. നിങ്ങളുടെ ഫ്രീ ആയിട്ട് പക്ക എക്സ്പ്ലനേഷൻ ഇന്നേ വരെ കേരളത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഉള്ള രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് വെച്ച് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ലിക്വിഡിറ്റിയുടെ ഹോൾ കോൺസെപ്റ്റും നമ്മുടെ റിവേഴ്സലും കണ്ടിന്യൂവേഷന്റെയും ഓവറോൾ എക്സ്പ്ലനേഷനും. അടുത്ത നമുക്ക് ക്വിക്ക് ആയിട്ട് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇംബാലൻസസ് എന്ന് പറയുന്നത്. സോ ഇംബാലൻസസ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ, 2 ക്യാൻഡിൽ, 3 ക്യാൻഡിൽ, ഈ 3 ക്യാൻഡിലിന്റെയും ഇടയ്ക്ക് ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ഒരു ട്രേഡിങ് ആക്ച്വലി നടന്നിട്ടില്ല. കാരണം ക്യാൻഡിൽ 1 ടൈമേ പാസ് ചെയ്തിട്ടുള്ളൂ. തിരിച്ച് ആ ക്യാൻഡിലിൽ സെക്കൻഡ് ടൈം പാസിങ് വന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, സോ ആ ഒരു ഇംബാലൻസ്, ഈ ഒരു ഇംബാലൻസ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ടൈം റണ്ണിങ്, ഇതിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് വിളിക്കുന്നത്. നമുക്കിത് ലിക്വിഡിറ്റിയുമായിട്ട് കമ്പൈൻ ചെയ്തൊന്ന് സ്റ്റഡി ചെയ്യാം. നമുക്ക് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ് വെച്ചോ. ഓക്കെ,
ആ ഒരു ലിക്വിഡിറ്റിയിലോട്ട് നമുക്ക് പെട്ടെന്ന് വരാനായിട്ട് മാർക്കറ്റിന് സ്പീഡി വന്നിട്ട് അവിടെയുള്ള സ്റ്റോപ്പ് ലോസസ് എടുക്കാനായിട്ട്, കാരണം ഇത്രയും നാള് ബൈ പൊസിഷൻസിലായിരുന്നു മാർക്കറ്റ്, ഗോൾഡ് ഭയങ്കര ബുള്ളിഷ് ആയിരുന്നു, അപ്പൊ എല്ലാരും ബൈ പൊസിഷന് വെച്ചു. ഇവിടെ ഒരു ഈക്വൽ ലോസ് കിട്ടി. ഈക്വൽ ലോസും ലിക്വിഡിറ്റിയുടെ ഒരു ഭയങ്കര ഭാഗമാണ്. ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നുപോയി. പ്രീവിയസ് ഡേയുടെ ഹൈയും പ്രീവിയസ് മന്തിന്റെ ഹൈയും എല്ലാം കൂട്ടിയിട്ട് ഈക്വൽ ലോസ്, റിലേറ്റീവ്ലി ഈക്വൽ ലോസും ഈക്വൽ ഹൈസും ഒരു വളരെ സീരിയസ് ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ മാർക്കറ്റിൽ ലൈക്ക് ഇവിടെ തൊട്ടേയൊക്കെ ട്രേഡിൽ ഉണ്ടായിരുന്നവര് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. സോ സെൽ സ്റ്റോപ്പ് ആണ്, സോറി. സോ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് അവരുടെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാതെ മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആയെന്ന് പറഞ്ഞാൽ അവർ ചുമ്മാ മാർക്കറ്റ് മൂവ് ചെയ്യാറില്ല. മാർക്കറ്റ് രണ്ട് കാര്യത്തിനെ മൂവ് ചെയ്യാറുള്ളൂ. ഒന്ന് ലിക്വിഡിറ്റീസിനും ഒന്ന് ഇംബാലൻസസിനും വേണ്ടി. എന്നിട്ട് മാർക്കറ്റ് ഭയങ്കര സ്പീഡിൽ വന്നു ലിക്വിഡിറ്റി എടുക്കാനായിട്ട്. ആ വരുന്ന വരക്കത്തിൽ അത് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അത് പിന്നെയും ഫോളായി. ആ ഫോളിൽ ഒരു സെക്കൻഡ് ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് മാർക്കറ്റ് ആ ഒരു ഫോള് കംപ്ലീറ്റ് ചെയ്തത് ഈ ലിക്വിഡിറ്റീസ് എടുത്ത് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ഇംബാലൻസിലേക്ക് തിരിച്ച് പ്രൈസ് വന്നു, തിരിച്ച് നമ്മുടെ രണ്ടാമത്തെ ഇംബാലൻസിലേക്ക് പ്രൈസ് വന്നു, പിന്നെ മാർക്കറ്റ് വളരെ പയ്യാണ് മൂവ് ചെയ്തത്. അപ്പം ഈ ഒരു ഇംബാലൻസസ് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. ഈ ഒരു ഇംബാലൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത ഇംബാലൻസ് നോക്കാനാണെങ്കിൽ നമുക്കിതാ ഈ ഒരു ക്യാൻഡലിന്റെ ഇടയ്ക്കും ഈ ഒരു വിക്കിന്റെ ഇടയ്ക്കും പ്രത്യേകിച്ച് ട്രേഡിംഗ് ഒന്നും നടന്നിട്ടില്ല. വേറൊരു ഇംബാലൻസ് ആണ് ഇവിടെ കാണാം. ഈ ഒരു ക്യാൻഡലിന്റെ ഇടയ്ക്കും പ്രത്യേകിച്ച് ട്രേഡിംഗ് നടന്നിട്ടില്ല. സോ ട്രേഡിംഗ് നടന്നിട്ടില്ല എന്നല്ല, ഒരു സെക്കൻഡ് ടൈം ഡെലിവറി വന്നിട്ടില്ല. അതേപോലെ നമുക്ക് പാസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഈ ഒരു ഇംബാലൻസും ഈ ഒരു ഇംബാലൻസിലും നമുക്കൊരു ഈ ഒരു 3 ക്യാൻഡിൽ പാറ്റേൺ ആണ്. ക്യാൻഡിൽ നമ്പർ 1, ക്യാൻഡിൽ നമ്പർ 2, ക്യാൻഡിൽ നമ്പർ 3. ആ 3 ക്യാൻഡിലിന്റെയും ഇടയ്ക്ക് ട്രേഡിംഗ് 1 ടൈമേ നടന്നിട്ടുള്ളൂ. സെക്കൻഡ് ടൈം നടന്നത് ഈ തിരിച്ചു വന്ന് ഇവിടെ ടച്ച് ചെയ്തപ്പോഴാണ് സെക്കൻഡ് ടൈം നടന്നിട്ടുള്ളത്. ഓക്കെ, ഇനിയും എക്സാമ്പിൾസ് വേണമെങ്കിൽ ഞാനിത് തിരിച്ച് ആ ഇംബാലൻസ് ടച്ച് ചെയ്ത പ്ലേസസ് മാത്രം കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വലിയ ഇംബാലൻസ് വെച്ച് ചൂസ് ചെയ്യുവാണ്. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, ഈ 2 ഇംബാലൻസ് ഉണ്ട്. അതേപോലെ നമുക്ക് മൂന്നാമതൊരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 3 ഇംബാലൻസസ് ഉണ്ട്. അപ്പൊ ആ 3 ഇംബാലൻസസിലും പ്രൈസ് ഈ രണ്ടാമത്തെ ഇംബാലൻസ് വരെ വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. മൂന്നാമത്തെ ഇംബാലൻസ് ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് നമുക്ക് ഹൈ പ്രോബിലിറ്റി ഇംബാലൻസസും ഫെയർ വാല്യൂ ഗ്യാപ്സും കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ലിക്വിഡിറ്റീസ് ഇംബാലൻസസും കാരണമാണ് മാർക്കറ്റ് ഡ്രോ ആവുന്നത്. വേറെ ഒരു റീസണും ഇല്ല, ലിക്വിഡിറ്റീസ് ഇംബാലൻസും കാരണമാണ് മാർക്കറ്റ് ഡ്രോ ആവുന്നത്. എനിക്ക് ഇതും കൂടെ ഒന്ന് പറഞ്ഞു തരണമെന്നുണ്ട്. നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പഠിക്കേണ്ടവർക്ക് ഈ ഗ്യാപ്പിന്റെ പേര് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്നാണ്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പിന്റെ പേര് ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്നാണ്. അത് നിങ്ങൾക്ക് ഒന്ന് സ്റ്റഡി ചെയ്യാം. അതേപോലെ ഈ ഒരു ഇംബാലൻസിൽ എന്തിനാ വന്നതെന്ന് വെച്ചാൽ നമുക്ക് 2 ഇംബാലൻസസ്, ഒരു ഇംബാലൻസ് അതേപോലെ രണ്ടാമതൊരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ എപ്പോഴും പ്രൈസ് രണ്ടാമത്തെ ഇംബാലൻസിൽ വരാൻ ആയിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതാണ് ഈ ഇതിന്റെ ഒരു ലോജിക്ക്. എനിക്കത് പറയണമെന്ന് തോന്നി നിങ്ങളടുത്ത്. സോ ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫ്യൂച്ചർ വീഡിയോസിൽ പറയുന്നതാണ്. സോ ഇതാണ് ഇംബാലൻസിന്റെ ഓവറോൾ ഒരു എക്സ്പ്ലനേഷൻ. സോ കമ്മിങ് ബാക്ക് ടു നമ്മുടെ പ്രീവിയസ് സ്ലൈഡ്, നമ്മുടെ ലിക്വിഡിറ്റിയിലേക്ക് ഇപ്പൊ നിങ്ങൾക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. എവിടെ വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് മാർക്കറ്റ് എന്തിനാണ് റിവേഴ്സ് ചെയ്യുന്നതെന്നും മാർക്കറ്റ് ഏതൊരു പോയിന്റ് വന്നിട്ടാണ് റിവേഴ്സ് ചെയ്യുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. സോ ഇവിടെ എനിക്ക് പറയാനുള്ളത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ടു ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവിടെ നമുക്ക് റിവേഴ്സൽ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. സോ ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ടിൽ എടുത്തു വെക്കേണ്ട കാര്യമാണ്. നമ്മുടെ അക്യുമുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഡേ ബുള്ളിഷ് ആണ്. ഒരു ബൈ പ്രോഗ്രാമിന്റെ ഇടയിൽ നമുക്കൊരു സെൽ പ്രോഗ്രാം ആണ് ഫസ്റ്റ്. ആ ഒരു സെൽ പ്രോഗ്രാം നിൽക്കുന്നത് നമ്മുടെ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ്. ആ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നടക്കേണ്ട ഒരു കാര്യമാണ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, CISD.
ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി ഒക്കെ ഡീപ്പായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അതൊരു റിവേഴ്സലിന് കാരണമാണ്. CISD ഒരിക്കലും CISD കാരണമല്ല മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്, CISD ആണ് മാർക്കറ്റിന്റെ റിവേഴ്സൽ. ഓക്കെ, അത് നിങ്ങൾ വളരെ ഡെപ്ത് ആയിട്ടൊന്ന് പഠിക്കേണ്ട കാര്യമാണ്. CISD കാരണമല്ല മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്, CISD നെസസറി ആണ്. ഓക്കെ, സോ CISD കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വരുന്നത്, ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ്. ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിലാണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നിങ്ങൾക്ക് മിസ്സായെങ്കിൽ നിങ്ങൾ പിന്നീട് എൻ്റർ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷനിലാണ്. ഓക്കെ, നിങ്ങൾ സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷനിലാണ്. നിങ്ങൾ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നിങ്ങൾക്ക് മിസ്സായെങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ CISDയുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന്റെ ഒക്കെ പക്ക വീഡിയോസ്, ലൈക്ക് എക്സ്പ്ലനേഷൻ വീഡിയോസ്, ഇൻഡിവിജ്വൽ വീഡിയോസ് നമ്മൾ ഇതിൽ ഫ്യൂച്ചറിൽ ഇടുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഓവറോൾ മാർക്കറ്റ് സ്ട്രക്ചറും മാർക്കറ്റ് പ്രൊഫൈലും. നിങ്ങൾക്ക് ഇപ്പോൾ പവർ ഓഫ് 3 അറിയാം, നിങ്ങൾക്ക് ലിക്വിഡിറ്റീസ് എന്താണെന്ന് അറിയാം, ലിക്വിഡിറ്റീസിന്റെ ബേസിക്സ് അറിയാം, ഇംബാലൻസസിന്റെ ബേസിക്സ് അറിയാം, നിങ്ങൾക്ക് അക്യുമുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു, മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു, നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം കേട്ടു, പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റും കേട്ടു, CISD എന്നും കേട്ടു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നും കേട്ടു, സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടു. ഇത് സെക്കൻഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അപ്പൊ ഇതോ തേർഡ് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ, അപ്പൊ ഇതോ ഫോർത്ത് സ്റ്റേജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോയിലെ ഫൈനൽ കോൺസെപ്റ്റ് ആണ്, നമ്മുടെ അക്യുമുലേഷന് ശേഷം മാനിപ്പുലേറ്റ് ആയി, ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഡിസ്ട്രിബ്യൂട്ട് ആയി, ലിക്വിഡിറ്റി എടുത്തു. ഓക്കെ, സോ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് പോയിന്റ് എ. ഓക്കെ, ഇതാണ് പോയിന്റ് എ. പോയിന്റ് എയിൽ നിന്ന് മാർക്കറ്റ് വന്നത് പോയിന്റ് ബിയിലോട്ടാണ്. പോയിന്റ് ബിന്ന് മാർക്കറ്റ് വന്നത് പോയിന്റ് എയിലോട്ടാണ്. ഓക്കെ, ഇനി പോയിന്റ് എന്ന് മാർക്കറ്റ് പോവാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ കണ്ടിന്യൂവേഷൻ ആണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ചെയ്യുന്നത് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ മാർക്കറ്റ് പോകാൻ പോകുന്നത് അടുത്ത പോയിന്റ് ബിയിലോട്ടാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ടേക്ക് അവേ ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് പോയിന്റ് എ ടു പോയിന്റ് ബി, പോയിന്റ് എ ടു പോയിന്റ് ബി, പോയിന്റ് ബി ടു പോയിന്റ് എ, ഇങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ എ ടു ബിയിലോട്ടുള്ള പാർട്ട് ആവാം, അല്ലെങ്കിൽ ബി ടു എയിലോട്ടുള്ള പാർട്ട് ആവാം. എന്താണേലും നിങ്ങളുടെ എൻട്രീസും എക്സിക്യൂഷൻസും നിങ്ങൾ റൂൾസ് അനുസരിച്ച്, ഈ ഒരു ലോജിക്ക് അനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ എഞ്ചിനീയർ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു എക്സാക്ട് എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റും. സോ പോയിന്റ് എ ടു പോയിന്റ് ബി, പോയിന്റ് ബി ടു പോയിന്റ് എ, അങ്ങനെയാണ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാക്ടലായിട്ട് ഓടുന്ന ഒരു സൈക്കിളാണ്. സോ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ടോപ്പിക്, ഇതായിരുന്നു. സോ ഇനി നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ ഫോക്സ്.